പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത മാസം, അതായത് ഏപ്രിൽ മാസം 3 മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. കോളേജിലെ സൂപ്പർ സീനിയേഴ്സിനെ സംബന്ധിച്ച് ഇനി പഠിക്കണോ അതോ ജോലിക്ക് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു പരീക്ഷയാണ്. ലിറ്ററസി റേറ്റിൽ കേരളം മറ്റുള്ള സംസ്ഥാനത്തേക്കാൾ വളരെ മുമ്പിലാണെങ്കിലും ജോലി നേടുന്ന കാര്യത്തിൽ കേരളം വളരെയധികം പിന്നിലാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ അൺഎംപ്ലോയ്മെൻറ്റിനെ എംപ്ലോയബിലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏപ്രിൽ മാസം 2nd വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ പരീക്ഷകളെല്ലാം കഴിയുന്നുണ്ട്. കിട്ടുന്ന സമയം ഏപ്രിൽ ആണെങ്കിലും മെയ് ആണെങ്കിലും ജൂൺ ആണെങ്കിലും ഈ സമയം കൊണ്ട് ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫേഴ്സ്, ഇപ്പോൾ ജോലിക്കായി ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഓഫേഴ്സ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരും ഡിഗ്രി കഴിഞ്ഞവരാണ്, എല്ലാവരും PG കഴിഞ്ഞവരാണ്, എല്ലാവരും പഠിച്ചവരാണ്. എന്നാൽ ബാക്കിയുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ സംതിങ് ന്യൂ, എന്ത് യൂണിക്കാണ് നിങ്ങൾക്കുള്ളത് എന്ന കാര്യം പലപ്പോഴും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലുമുള്ള പല ജോലികൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അക്വയർ സം ആഡ് ഓൺ കോഴ്സസ്. പല കോളേജുകളിലും, പ്രത്യേകിച്ച് എയ്ഡഡ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ ആഡ് ഓൺ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രവും. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി മാത്രമല്ല സ്വന്തമാക്കുന്ന ഇങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകളും, അത് BCom ആണെങ്കിലും BBA ആണെങ്കിലും BSc ആണെങ്കിലും BCA ആണെങ്കിലും BA ആണെങ്കിലും ഏത് പ്രോഗ്രാമിനാണെങ്കിലും ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്ന കോളേജുകൾ കേരളത്തിൽ ഇപ്പോൾ കൂടുതലാണ്. കാരണം സാധാ ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണെന്നും തെളിയിച്ച് കാണിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഡിയേഴ്സ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ 6th സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞാൽ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഓൾറെഡി ആഡ് ഓൺ കോഴ്സുകൾ എടുത്തവരാണെങ്കിൽ ഈ ഹൗ ടു പ്രാക്ടീസ് ഇറ്റ് റിയലി വെൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള അവസരമാണ്. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരു കാര്യം മറക്കരുത്, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള 6ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് 6ാം സെമസ്റ്റർ പരീക്ഷ കൂടി ജയിച്ചാൽ മാത്രമാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കവാടം തുറക്കുകയും അതിനുവേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്ലീസ് ബി സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.